നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. കേരളത്തിലെ പരിസ്ഥിതി പോരാട്ടങ്ങൾക്ക് എന്നും നെടുനായകത്വം വഹിച്ച രാഷ്ട്രീയ നിരീക്ഷകനായി അടക്കം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് മലയാളികൾക്കെല്ലാം സുപരിചിതനായ ശ്രീ CR നീലകണ്ഠനാണ്. നമസ്കാരം. നമസ്കാരം. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും കാണുന്ന ഒരു പ്രത്യേകതരം ട്രെൻഡാണ് ഈ മതങ്ങളെ പ്രീണിപ്പെടുത്തുന്നത്. ഒരു ഭാഗത്ത് ഹൈന്ദവ സമുദായത്തെ പ്രീണിപ്പെടുത്തുന്ന ഭാഗമായി അയ്യപ്പ സംഗമം നടത്തുന്നു, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. മറുഭാഗത്ത് ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം മാതാ അമൃതാനന്ദമയി മഠത്തിലെത്തുന്നു. അമൃതാനന്ദമയെ ചേർത്ത് നിർത്തി ചുംബിക്കുന്ന സാംസ്കാരിക മന്ത്രിയെ കേരളം കണ്ടു. ഒക്ടോബർ 2-ന് കോഴിക്കോട് പലസ്തീൻ ഐക്യദാർഢ്യ റാലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും CPM ഈ തരത്തിൽ മതങ്ങളെ ആശ്ലേഷിക്കുന്ന അല്ലെങ്കിൽ മതങ്ങളെ ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് മനുഷ്യനാകണം മനുഷ്യനാകണം, മതങ്ങൾക്ക് അതീതമായി മനുഷ്യനാകണം. ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. യാതൊരു സംശയമില്ല. അതിന് വെറുതെ ഉണ്ടായതല്ല. കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും വരുന്നത്. കേരളത്തിലെ നവോത്ഥാന പാരമ്പര്യം വളരെ ചരിത്രമുള്ളതാണ്, വലിയ ചരിത്രം. ചാന്നാർ കലാപം മുതൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറയുന്നത്, അങ്ങനെ ഉള്ള അതിനുശേഷം സഹോദരൻ അയ്യപ്പൻ്റെ സാഹോദര്യം എന്ന് പറയുന്നത്, പണ്ഡിറ്റ് കറുപ്പൻ്റെ, അങ്ങനെ നിരവധി ആളുകൾ VT ഭട്ടതിരിപ്പാട് വരെ സ്വന്തം സമുദായങ്ങൾക്കകത്ത് അവർ പരിവർത്തനം നടത്തുന്നത് മാത്രമല്ല, ഒരു മതേതര ഫാബ്രിക് കേരളത്തിന് ഉണ്ടാക്കിയത് അവരാണ്. മതേതരമാണ്. ഇവരാരും മറ്റൊരു മതത്തെ ദ്വേഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സാഹോദര്യം പറയുന്നുമുണ്ട്. അത് പിന്നെ തുടർന്നു വന്ന് നമ്മുടെ സാഹിത്യത്തിൽ, രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ ഖിലാഫത്ത് മൂവ്മെൻ്റ് ഒക്കെ കേരളത്തിലെ പ്രത്യേകതയാണ്. അതിനുശേഷം ഇടതുപക്ഷ രാഷ്ട്രീയം വന്നു, അവരും അതിൽ ഉറച്ചു നിന്നു. ഒരു കാരണവശാലും ജാതി കൊണ്ട് മതം കൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം പാടില്ല എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. മതദ്വേഷം പാടില്ല, അതാണല്ലോ ഗുരുദേവൻ്റെത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതദ്വേഷം ഉണ്ടാവണമെങ്കിൽ മറ്റൊരുത്തൻ മോശക്കാരനാവണം. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്കെതിരെ പറയും, ഒരു അപരവൽക്കരണം നമ്മൾ പറയും. ഞാൻ എൻ്റെ മതം, എൻ്റെ വിശ്വാസം, എൻ്റെ രീതി, എൻ്റെ രാഷ്ട്രീയം എന്താവട്ടെ, മറ്റൊരു അപരൻ, നമ്മൾ, അവർ എന്ന് അങ്ങനെ പാടില്ല എന്നാണ് നമ്മുടെ വന്നത്. അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയം വളരെ കാലം പുരോഗമിച്ചത്. നേരെ മറിച്ച് വടക്കേ ഇന്ത്യയിൽ ഇതിങ്ങനെയല്ലായിരുന്നു. വടക്കേ ഇന്ത്യയിൽ പതുക്കെ ഒരു സമൂഹത്തെ, ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു എന്ന് പറയുന്ന സമൂഹത്തെ, വിവിധ ജാതികളിൽപ്പെട്ട ശ്രേണികളിൽപ്പെട്ട ആളുകളെ ഹിന്ദുവൽക്കരിക്കാൻ ഏറ്റവും പ്രധാനമായി ഉപയോഗിച്ച ഒരു സാധനം അപരവൽക്കരണമാണ്, ഇസ്ലാമോഫോബിയ. നമ്മുടെ ശത്രുക്കൾ, ഇപ്പോൾ RSSൻ്റെ 100ാം വാർഷികം വരെയാണ്. RSSൻ്റെ ഗ്രന്ഥത്തിൽ അന്നും ഇന്നും അവർ പറഞ്ഞിട്ടുണ്ട്, എന്താ, ഇന്ത്യക്ക് 3 ശത്രുക്കളുണ്ട്. അത് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ശത്രുവല്ല, കാരണം അത് വേറെ പ്രശ്നം. അപ്പോൾ അവർ വലിയ ശക്തിയല്ല. അപ്പോൾ ഹിന്ദുക്കൾക്ക് ശത്രുവായി വരുന്നത് ഇസ്ലാമാണല്ലോ ഏറ്റവും വലിയ ന്യൂനപക്ഷം. പ്രത്യേകിച്ച് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും അവരുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തും ഇല്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമോഫോബിയ അപരവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായി ഒരു സ്ഥലത്ത് നിർത്തുകയാണ്. അതിലൂടെയാണ് അവർ വളർന്നത്. അതിനവർ അമ്പലം ഉപയോഗിച്ചിട്ടുണ്ട്, പള്ളി ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റേ രാമനെ ഉപയോഗിച്ചിട്ടുണ്ട്, ജന്മാഷ്ടമി ഉപയോഗിച്ചിട്ടുണ്ട്, രാമനവമി ഉപയോഗിച്ചിട്ടുണ്ട്, ശ്രീകൃഷ്ണ ജയന്തി ഉപയോഗിച്ചിട്ടുണ്ട്, ഗണപതി ഉപയോഗിച്ചിട്ടുണ്ട്, പല സ്ഥലത്ത് പല രൂപത്തിലുള്ള കാര്യങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ജനങ്ങളെ അവർ വർഗീയവൽക്കരിക്കപ്പെട്ടത്. എന്നിട്ട് അവർ പറയും ഇതിന് ശത്രു മറ്റവരാണ് എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയം ഡോക്ടർ അംബേദ്കർക്ക് വളരെ നന്നായി തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും സെക്യുലറിസത്തിന് വേണ്ടി നിന്നു. കാരണം എന്താ വെച്ചാൽ, ഈ അപരവൽക്കരണം വന്നാൽ ഈ സോക്കോൾഡ് ഹിന്ദു കൺസോളിഡേഷൻ എന്ന് പറയില്ലേ, അങ്ങനെ ഈ ഇന്ന് വരെ മനുഷ്യരായി പരിഗണിക്കാത്ത മറ്റേ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് പെട്ടെന്ന് ഹിന്ദുക്കളാക്കാണ് ഒരു രാത്രി കൊണ്ട്. അത് അങ്ങനത്തെ ഒരു ടെക്നിക്കുണ്ട്. അതിനെതിരായി അംബേദ്കർക്ക് വളരെ സ്ട്രോങ് ആയി നിലപാടെടുത്തിരുന്നു ഇന്ത്യൻ ഭരണഘടനയാണ്. കേരളത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലും അങ്ങനെ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലും ഈ നവോത്ഥാനത്തിന് നല്ല പാരമ്പര്യമുണ്ട്. കാരണം അവിടെയും ഈ പറഞ്ഞ ജാതി വിരുദ്ധ പോരാട്ടം, പെരിയോറായാലും അതുപോലെയുള്ള ആളുകളായാലും അണ്ണാദുരൈ, വി രാമസ്വാമി നായ്ക്കരൊക്കെ നമുക്കറിയാലോ. ആ ഒരു സ്ട്രക്ചറിൽ തമിഴ്നാട്ടിലും BJPക്ക് കടന്നു ചെല്ലാൻ പറ്റിയില്ല. കേരളത്തിലും ആ ഫാബ്രിക് ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ ഇത് പറഞ്ഞാലും വെറുതെ ഇരുന്നില്ല. RSS ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖയുള്ള സംസ്ഥാനം കേരളം എന്ന് നമുക്കറിയാം.
അവർ വളരെ 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 പതുക്കെ അവരുടെ അജണ്ട ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവരുടെ അജണ്ടയെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയം പ്രതിരോധിച്ചു. അപ്പോൾ അവർക്കൊരു MLA MP ഇപ്പോൾ അവസാനം MP കിട്ടിയെന്നുണ്ടെങ്കിൽ പോലും ഞാൻ കണക്കാക്കുന്നില്ല ഹിന്ദു വർഗീയവൽക്കരിക്കപ്പെട്ട ആളുകളാണ് വോട്ട് ചെയ്തത്. രാജഗോപാലിന് വോട്ട് ചെയ്ത ആളുകൾ വേണമെങ്കിൽ അടുത്ത ഇലക്ഷൻ ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യും. കാരണം അത് രാജഗോപാലിന് ചെയ്ത വോട്ടാണ്. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ആ നാട്ടുകാരനാണ്. വലിയൊരു തോതിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടാണ്. നല്ല മനുഷ്യനായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വോട്ട് ചെയ്തതാണ്. അപ്പോൾ അവരൊക്കെ നിരാശരായി എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും അങ്ങനെ വിചാരിച്ച് വോട്ട് ചെയ്ത കുറേ ആളുകളുണ്ട് മറ്റു ചില കാര്യങ്ങൾ. പക്ഷെ അപ്പോഴും ഒരു ഇസ്ലാമോഫോബിയ വെച്ച് ഒരു അപരവൽക്കരണം കേരളത്തിൽ നടത്താൻ BJPക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കുറേ വോട്ടുകൾ അവർ കൊണ്ടുപോയി. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുള്ള പാർട്ടി CPM ആണ് ഇപ്പോഴും. CPMന്റെ വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഹിന്ദു വോട്ട് ബേസ് തന്നെയാണ്. പ്രത്യേകിച്ചും പിന്നോക്ക ഈഴവ ദളിത് ഹിന്ദുക്കളാണ്. ആ വോട്ട് ബേസിലേക്ക് സമർത്ഥമായി കടന്നു കയറാൻ BJP നടത്തിയ ശ്രമത്തിൻ്റെ ഫലമാണ് ഈ 2024 തെരഞ്ഞെടുപ്പ്. പല സ്ഥലത്തും CPM 3-ാം സ്ഥാനത്തേക്ക് പോയി. CPM കുത്തക സീറ്റുകളിൽ പോലും അവർ 3-ാം സ്ഥാനത്തേക്ക് പോയി. വലിയ തോതിൽ വോട്ട് പാലപ്പുഴയാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും കോട്ടയത്താണെങ്കിലും പല സ്ഥലങ്ങളിലും വലിയ തോതിൽ ഒരു ഒഴുക്കുണ്ടായി വർഗീയവൽക്കരണം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷം ചെയ്യുന്ന രീതി എന്താ? അവരെ തിരിച്ചു കൊണ്ടുവരാൻ, അവരെ വർഗീയതയിൽ നിന്ന് മോചിപ്പിച്ച് തിരിച്ച് സെക്കുലറാക്കാൻ. അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വടക്കേന്ത്യ ചെയ്യുന്നത്. അയോധ്യയുടെ പേരിൽ ആളുകളെ ഭിന്നിപ്പിച്ച് ഭരണം പിടിച്ചെടുത്ത UP ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് കിട്ടിയത് ഇന്ത്യ മുന്നണിക്കാണ്. അമ്പലം നടന്ന അയോധ്യ പോലും അവർക്ക് പോയി. ഫൈസാബാദ് എന്ന് പറയുന്ന അയോധ്യ സീറ്റ് പോലും അവർക്ക് നഷ്ടമായി. എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റാൻ പറ്റും ജനങ്ങളെ. ഞാൻ പറയുന്നത് ഇങ്ങനെ വർഗീയവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ മാറ്റാൻ കഴിയുമെന്നതിന് ചില തെളിവുകളൊക്കെ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് വലിയ ബഹുമാനം ഇന്ത്യൻ സമൂഹത്തിൽ കിട്ടുന്നത്, സെക്യുലർ സമൂഹത്തിൽ കിട്ടുന്നത് അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ ചെയ്യുന്നത് നേരെ മറിച്ച ഈ ഞങ്ങളും കൂടി ഹിന്ദു ആയാൽ ഹിന്ദുത്വം വോട്ട് കിട്ടുന്ന ഉള്ളൊരു വിചാരം, അത് വലിയ അപകടകരമായൊരു സംഗതിയാണ്. ഇപ്പോൾ ഞാൻ അതിന് ഈ പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷത്തെ ഓർമ്മിപ്പിക്കുന്നത് ഒരു 38 വർഷം മുമ്പ് നടന്ന 87 തെരഞ്ഞെടുപ്പാണ്. 87 തെരഞ്ഞെടുപ്പ് ഞാൻ എപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. കേരളത്തിൽ UDF വളരെ ശക്തമായി നിന്നൊരു കാലമാണ്. ലീഡർ K കരുണാകരൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ ശക്തി. അതിൽ NDP, SRP, മുസ്ലിം ലീഗ് എല്ലാവരും വന്നു. അപ്പുറത്ത് നിന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പോലും ഇപ്പുറത്തേക്ക് വന്നു. ആ കാലമാണ് 85 പാർട്ടി സമ്മേളനത്തിൻ്റെ കാലത്താണ് മുസ്ലിം ലീഗ് വേണോ വേണ്ടോ എന്നുള്ള തർക്കം വരികയും MP രാഘവൻ്റെ ബദൽ രേഖ വരികയും MP രാഘവൻ അടക്കം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഈ വിഷയത്തിൽ. അപ്പം MP രാഘവൻ കണ്ണൂരിലെ ഏറ്റവും ശക്തനായ നേതാവ് മറുപക്ഷത്ത് പോയിട്ടും 87 LDF കേരളത്തിൽ ജയിക്കുകയാണ്. അത് ജയിച്ചെന്തുകൊണ്ടാണ്? വളരെ കൃത്യമായൊരു നിലപാട് അവർ മുൻപോട്ട് വെച്ചു. ഞങ്ങളൊരു വർഗീയ ശക്തികളുമായും ഒരു സഖ്യത്തിനുമില്ല, ഞങ്ങൾക്ക് വേണ്ട, സെക്യുലറായ വോട്ട് കൊണ്ട് കേരളത്തിൽ ജയിക്കാൻ കഴിയും. അത് BJP ഒന്നും ഇവിടെ ശക്തമല്ല. സെക്യുലർ വോട്ട് കൊണ്ട് അത്ഭുതപ്പെടുത്തിയ റിസൾട്ടാണ് 87 എന്ന് ഞാൻ പറയുന്നത്. പറയുമ്പോൾ എല്ലാ സമുദായ സംഘടനകളും മറുവശത്തുണ്ടായിട്ടും ഇവിടെ തെരഞ്ഞെടുപ്പ് ജയിക്കുകയാണ്. ഈ പാഠമാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഉൾക്കൊള്ളേണ്ടിയിരുന്ന പാഠം, കേരളത്തിൻ്റെ പാഠം. അതിന് പകരം എന്ത് ചെയ്തു? നിങ്ങൾ ഹിന്ദുത്വമാണെങ്കിൽ ഞങ്ങൾ അതിനേക്കാൾ വലിയ ഹിന്ദുത്വമാണ് എന്ന് വാദിക്കാനാണ്, സമർത്ഥിക്കാനാണ് ശ്രമിച്ചത്. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കുറേ ആളുകൾ ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പോയ ആളുകൾ വീണ്ടും CPMലേക്ക് തിരിച്ചു വന്ന് ഇവരൊക്കെ ഹിന്ദുവിൻ്റെ ആൾ തന്നെയാണ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. അത് എത്രത്തോളം നടക്കുമോ എന്നുള്ളത് ഇലക്ഷൻ പൊളിറ്റിക്സിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ എല്ലാ കാലത്തും LDFും UDFും തമ്മിൽ മത്സരം നടക്കുമ്പോൾ LDFിൽ നിന്ന് UDFിലേക്കും UDFിൽ നിന്ന് LDFിലേക്കും ആളുകൾ വോട്ട് മാറി ചെയ്യാറുണ്ട്. പല കാരണം കൊണ്ട്. ലോക്സഭാ ഇലക്ഷൻ രീതിയാണ്, നിയമസഭാ ഇലക്ഷൻ വേറെ രീതിയാണ്, പഞ്ചായത്ത് ഇലക്ഷൻ ഇതൊന്നും അല്ലാത്തൊരു രീതിയാണ്. ഇങ്ങനെ ആളുകൾ വോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യയശാസ്ത്രപരമായ ഷിഫ്റ്റ് അല്ല. LDFിന് UDFിലേക്കും UDFിന് LDFിലേക്കും അങ്ങനെ പ്രത്യയശാസ്ത്രം നോക്കിയിട്ടൊന്നുമല്ല. ചിലപ്പോൾ തൽക്കാലം, ചിലപ്പോൾ നമുക്ക് വേണ്ട സ്ഥാനാർത്ഥി, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ BJPയിലേക്ക് പോകുന്ന വോട്ട്, അതും ഇടതുപക്ഷത്തു നിന്ന് BJPയിലേക്ക് പോകുന്ന വോട്ട് പ്രത്യയശാസ്ത്രപരമായ ഷിഫ്റ്റ് തന്നെയാണ്. കാരണം അതിൻ്റെ അടിസ്ഥാനം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഇസ്ലാമോഫോബിയ, അപരവൽക്കരണം തന്നെയാണ്. അവിടെയാണ് പ്രശ്നം. അങ്ങനെ ആ അപരവൽക്കരണത്തിനെ തടയാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത്, ഈ LDF ചെയ്യുന്നത്. അതിന് ഉദാഹരണം, ഇപ്പോൾ
2018 ശബരിമല കഴിഞ്ഞു. 2019 തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ തിരിച്ചടി വന്നു. എങ്കിൽ പോലും ഇടതുപക്ഷം ഒരു നിലപാടെടുത്തു, സെക്യുലറായ ഒരു നിലപാടെടുത്തു. എന്നിട്ട് നവോത്ഥാനം മതിലുണ്ടാക്കി, നവോത്ഥാന സമിതി ഉണ്ടാക്കി. നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി വെള്ളാപ്പള്ളി നടേശനെ ഇരുത്തി. പിന്നെ അദ്ദേഹത്തിന്റെ വർത്തമാനം നമ്മൾ എന്താ കേൾക്കണേ? കേരളത്തിൽ BJPക്കാർ പോലും പറയാൻ വയ്യാത്തത്ര ഇസ്ലാമോഫോബിയ, ഇപ്പൊ ക്രിസ്ത്യാനിയോഫോബിയ വന്നിട്ടുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞില്ലേ, മലപ്പുറം ജില്ലയെക്കുറിച്ച്, മുസ്ലിങ്ങളെക്കുറിച്ച്, അവർ പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, അവരത് ചെയ്യുന്നതിനെക്കുറിച്ച്, ഇത് ചെയ്യുന്നതിനെക്കുറിച്ച്. മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത്രയും വലിയ നുണയാണെന്നുള്ളത് മലപ്പുറം ജില്ലയിൽ ഒരു പ്രാവശ്യം പോയിട്ടുള്ളവർക്കറിയാം. മുസ്ലിം എന്ന പേരുണ്ടെങ്കിലും കേരളത്തിന്റെ ഫാബ്രിക് അനുസരിച്ചാണ് മുസ്ലിം ലീഗ് രൂപപ്പെട്ടത്. എന്താ? സെക്യുലർ പാർട്ടിയായിട്ട് തന്നെയാണ്. ഒരിക്കലും അപരമത വിരോധം അവർ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയല്ല. പഴയ മുസ്ലിം ലീഗ് അല്ല. അപരമത വിരോധം പറഞ്ഞ് മുസ്ലിം ലീഗിന് നിൽക്കാൻ പറ്റില്ല എന്ന് അവർക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് അവരെ ഒരു സെക്യുലർ പാർട്ടിയായി, സെക്യുലർ ഫാബ്രിക്കിൽ ചേർന്ന് നിന്നാണ്. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നുണ്ട്, UDFിൻ്റെ കൂടെ നിന്നുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ അർത്ഥത്തിൽ കേരളത്തിലെ ഈ ഫാബ്രിക്കിനെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളെ അങ്ങനെ ഇറക്കി വിട്ടിരിക്കുക, ആകാശവും പോലെ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മുഴുവൻ എൻഡോഴ്സ് ചെയ്യുകയല്ലേ മുഖ്യമന്ത്രി ചെയ്തത്. അദ്ദേഹത്തെ 1-ാം നമ്പർ കാറിൽ കയറ്റി കൊണ്ടുപോവുക, അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇസ്ലാമോഫോബി പറയുക, അദ്ദേഹം പറയുക പിണറായി വിജയൻ്റെ ഒരു ഭക്തനാണെന്ന് പറയുക. ഇതുവരെ ഒരു കമൻറ്റ് വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്ത്. പിണറായി വിജയൻ ഭക്തനാണോ എനിക്കറിയില്ല, ആണെങ്കിൽ ആയിക്കോട്ടെ, എനിക്കൊരു വിരോധമില്ല കേട്ടോ. വ്യക്തിപരമായി ഒരാൾ ഭക്തനാവുന്നു ഭക്തനല്ലാതിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ സാമൂഹിക സാഹചര്യമാണ്, കുടുംബ സാഹചര്യം ഒക്കെ ഉണ്ടാവില്ലേ, അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അയ്യപ്പ സംഗമത്തിൽ ഗീത വായിക്കും. ഈ ഗീത പ്രക്ഷിപ്തമാണ്, ഇത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെന്ന് നാട് നീളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സുനിൽ പിള്ളയിടം വരെയുള്ള ആളുകളുണ്ട്. ഡോക്ടർ അംബേദ്കർ മുതൽ സുനിൽ പിള്ളയിടം വരെയുള്ള ആളുകൾ ഭഗവത്ഗീതയെ എതിർത്തുകൊണ്ടിരിക്കുക, ഭഗവത്ഗീതയുടെ വ്യാഖ്യാനങ്ങളെ മുഴുവൻ എതിർക്കുക, കേദാമോദരൻ, അങ്ങനെ എല്ലാവരും. പക്ഷേ പെട്ടെന്ന് മുഖ്യമന്ത്രിക്ക് ഭഗവത്ഗീത ഒരു വേദപുസ്തകമാണ്. 2, അതിൽ ഭക്തൻ ആരാണെന്നാണ് തീരുമാനിക്കുന്നത്. ഭക്തൻ ആരാണ് എന്ന് പറയാൻ ഇദ്ദേഹത്തിന് എന്താ, ഇദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്താ? ഞാൻ ഭക്തനാണോ? വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ ഒരു ഭക്തനല്ലാതെ ഞാൻ ഭക്തൻ എങ്ങനെയായിരിക്കണം ഞാൻ എന്തിനാ പറയണേ? അപ്പോൾ ഭക്തൻ, കപട ഭക്തൻ, നല്ല ഭക്തൻ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു തീവ്രത അളക്കുന്ന മീറ്റർ വലുതുണ്ടോ അവരുടെ? എനിക്കറിയില്ല. 2, 3-ാമത് ആ സംഗമത്തിൽ, സംഗമം എന്തായാലും അതിൽ ആൾ വന്നോ വന്നില്ലയോ എന്നുള്ള ആ തർക്കത്തിൽ, നിങ്ങളുടെ മാധ്യമ തർക്കത്തിലൊന്നും ഞാനില്ല. വരാതിരിക്കുക, എന്ത് വേണ്ടി ചെയ്യട്ടെ, അത് ജനക്കൂട്ടത്തിനെ വിളിച്ചൊന്നുമല്ലല്ലോ. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താ? അതിൻ്റെ എൻഡ് റിസൾട്ട് ഞാൻ കാണുന്നത് CPMൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്ന പാർട്ടി അനുസരിക്കുകയാണല്ലോ, ഒരു പാർട്ടിക്ക് അങ്ങനെ ഉണ്ടല്ലോ, അനുസരിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് കൃത്യമായും ഈ മെസ്സേജാണ്. ഇത് ഹിന്ദുത്വ മെസ്സേജ്. ഏത് ഹിന്ദുത്വത്തിന് ജീവിതകാലം മുഴുവൻ സീതാറാം യെച്ചൂരി വരെയുള്ള നേതാക്കൾ, എല്ലാ നേതാക്കളും, ഇപ്പോൾ പി സുന്ദരയ്യയുടെ ഹിസ്റ്ററി വളരെ പ്രസിദ്ധമാണ്. BJP സംഘപരിവാരനുമായി ബന്ധമുള്ള ജനതാ പാർട്ടിയെ പിന്താങ്ങാൻ CPM തീരുമാനിക്കുമ്പോഴാണ് 77-ൽ സുന്ദരയ്യ പാർട്ടി രാജിവെക്കുന്നത്. കാരണം അദ്ദേഹത്തിന് സംഘപരിവാറിന്റെ ഇതറിയാം, 50 വർഷം മുമ്പാണ് ചെയ്തതെന്ന് ആലോചിക്കണം. സംഘപരിവാർ എത്രത്തോളം അപകടകരമാണെന്ന് നന്നായിട്ടറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ അറിയാം. സംഘപരിവാർ എങ്ങനെ, സംഘപരിവാറിനെ ഞാൻ വെറുതെ എതിർക്കുന്നു പറഞ്ഞില്ല. സംഘപരിവാർ വരുന്നത് സംഘപരിവാറായിട്ടല്ല, മറ്റു പലതുമായിട്ടാണ്, ഹിന്ദുത്വ രാഷ്ട്രീയമായിട്ടാണ്. അതാണ് എപ്പോഴും യെച്ചൂരി പറയുന്നൊരു പേരുണ്ട്, ഹിന്ദുത്വ. ഇത് രണ്ടാണ്. രാഹുൽ ഗാന്ധി ഇപ്പൊ പറയുന്ന കാര്യം അതല്ലേ, നിങ്ങൾക്ക് ഹിന്ദു ആവാം, നിങ്ങൾക്ക് വിശ്വാസിയാവാം, പക്ഷെ ഹിന്ദുത്വം പാടില്ല. ഹിന്ദുത്വം വന്നാൽ മറ്റു മതങ്ങളില്ല, അവരും വന്നു, അത് പാടില്ല, അത്രയേ ഉള്ളൂ. ആ അർത്ഥത്തിലാണ് ഇവിടെ വളരെ കൃത്യമായി. ഇപ്പോൾ പണ്ട് രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോയി ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ, പിണറായി വിജയൻ അടക്കം, ഇവിടുത്തെ CPMക്കാർ അമ്പലത്തിൽ പോകല്ലേ. ഇപ്പോൾ മൃദു ഹിന്ദുത്വ കോൺഗ്രസിനെതിരെ ആരോപിച്ചവർ തീവ്ര ഹിന്ദുത്വം തങ്ങളുടെ അജണ്ടയാക്കുക. ഇതിന്റെ പ്രോബ്ലം, അമൃതാനന്ദമയുടെ കാര്യം നമ്മൾ കണ്ടു. അമൃതാനന്ദമയ്ക്കെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കടപ്പുറം സുധാമണി മുതൽ ജയരാജന്റെ മകന് വരെ പോസ്റ്റ് ഇടേണ്ടി വന്നു. ജോൺ ബ്രിട്ടാസിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ദീർഘ ഇന്റർവ്യൂ ഉണ്ട്, അവരുടെ പുസ്തകം, ഓസ്ട്രേലിയക്കാരിയുടെ പുസ്തകമുണ്ട്, ഇതൊക്കെ ഉണ്ട്.
ദീർഘമായ ഇന്റർവ്യൂവും അതിന്റെ വലിയ ചർച്ചകളും ഒക്കെ ഉണ്ട് കേരളത്തിൽ. എല്ലാം ഔട്ട്ഡേറ്റഡ് ആയി പോയില്ലേ അല്ലെ? ഇപ്പൊ ഒഫീഷ്യലാ പോയത്. ഒഫീഷ്യലായ എന്താ കാര്യം? അവർക്ക് സംഘപരിവാർ ബന്ധമുണ്ട് എന്ന് CPM ആരോപിച്ചിട്ടില്ലേ? CPM പറഞ്ഞിട്ടില്ലേ? ആ ആളെ പോയി സ്വീകരിച്ച് ഒഫീഷ്യലായി എൻ്റെ മൊമെൻ്റോ കൊടുത്ത്. ഞാൻ പറഞ്ഞ സജി ചെറിയാൻ പൊക്കോട്ടെ. സജി ചെറിയാൻ എന്ന വ്യക്തിക്ക് എവിടെയും പോവാം. അദ്ദേഹത്തിന് അമൃതാനന്ദമയ്യെ കാണാൻ ഗ്രീറ്റ് ചെയ്യാം, അവരുടെ രീതിയിൽ കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യാം. അതൊന്നും ഒരു തെറ്റില്ല. പക്ഷെ കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ ഒരു ഇതൊക്കെ കൊണ്ടാ പോണേ അദ്ദേഹം. ഒഫീഷ്യൽ ഡെലിഗേഷനാണ്. അങ്ങനെയുള്ളൊരു സംഗതി ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പുറത്തും അമൃതാനന്ദമയി ഇപ്പുറത്തും സജി ചെറിയാൻ അപ്പുറത്തും ഒക്കെ നിന്നുള്ള ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ ഒരു സംഗതി വോട്ടുകൾ തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നും സംഭവിക്കും. CPM കാഡറിൽ ഇപ്പോൾ നിൽക്കുന്ന വോട്ടുകളിൽ വലിയൊരു പങ്ക് വർഗീയവൽക്കരിക്കപ്പെടും. ഇതിനൊക്കെ ന്യായീകരിക്കേണ്ടി വരും. ന്യായീകരിക്കുമ്പോൾ എനിക്ക് വർഗീയവൽക്കരിക്കല്ലാതെ തയ്യ വെള്ളാപ്പള്ളി നടേശൻ ന്യായീകരിക്കാതിരിക്കാൻ പറ്റും. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ഏതെങ്കിലും ഇഴ വോട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അയാളുടെ വീട്ടിലോട്ട് കിട്ടും, വേറെ കിട്ടും സാധ്യതയില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വെള്ളാപ്പള്ളി ആരെ പിന്താങ്ങി നിങ്ങൾ എഴുതോച്ചിട്ടുണ്ട്? വെള്ളാപ്പള്ളി എതിർത്തവരൊക്കെ ജയിച്ചിട്ടുണ്ട്. VM സുധീരൻ അടക്കം. എൻ്റെ അനുഭവം വെള്ളാപ്പള്ളി തോൽപ്പിക്കും എന്ന് പറഞ്ഞ ആളൊക്കെ ജയിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി ജയിപ്പിക്കും എന്ന് പറഞ്ഞവരൊക്കെ തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ഞാൻ വെള്ളാപ്പള്ളി എന്ന വ്യക്തിയല്ല കാണുന്നത്. അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ഇസ്ലാമോഫോബിയ അംഗീകരിക്കുന്ന ഒരു സമൂഹം. അപ്പൊ ഇതിലെന്ത് സംഭവിക്കും? ഇങ്ങനെ വർഗീയവൽക്കരിക്കപ്പെട്ടാൽ ഇത് തന്നെയാണ് നോർത്ത് ഇന്ത്യ ചെയ്തത്. കോൺഗ്രസിന്റെ കീഴിലുണ്ടായിരുന്ന വോട്ടുകളെ വർഗീയവൽക്കരിച്ച് ഒരു ദിവസം കഴിയുമ്പോൾ കോൺഗ്രസിന് വോട്ടില്ല. വോട്ട് മുഴുവൻ അവർക്ക് പോയി, BJPക്ക് പോയി. ഇന്ന് രാഹുൽ ഗാന്ധി ചെയ്യുന്ന പണി അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിരുന്നു ഞാൻ വിചാരിക്കും. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയെ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണല്ലോ UP തിരിച്ചു പിടിക്കാൻ, ഒരു ഭാര്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത്. ബീഹാറും ചിലപ്പോൾ വിജയിക്കാനും സാധ്യതയില്ല. അപ്പൊ ആ അർത്ഥത്തിൽ അതാണ് രാഷ്ട്രീയമാവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ രാഷ്ട്രീയത്തിന് പകരം ഇങ്ങനെ പോകുമ്പോൾ ഈ ഹിന്ദുത്വ വോട്ട് ഇപ്പം നാളെ ഏത് നിമിഷവും ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ആൾ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ട ആൾ ഏത് നിമിഷവും BJPയുടെയോ RSSന്റെയോ സഹയാത്രികരാണ്. ഒരു സംശയമില്ല. വളരെ എളുപ്പമാണത്. പിന്നെ അവർക്ക് പണിയൊന്നുമില്ല. നാളെ ഇപ്പോൾ CPM ദുർബലമാവുകയോ അല്ലെങ്കിൽ നാളെ ഭരണം കിട്ടില്ല എന്നൊന്നും എല്ലാവരും BJPക്ക് പോകും. പക്ഷേ അവിടെ വലിയൊരു ചോദ്യമുണ്ട്. വർഗീയവൽക്കരിക്കപ്പെടാത്ത ഒരു ഇടതുപക്ഷ വോട്ട് കേരളത്തിലുണ്ടാവും. ഇടതുപക്ഷ മനസ്സുണ്ടാവും കേരളത്തിൽ. ഈ ഇതുണ്ടല്ലോ, പിണറായി വിജയനങ്ങ് വിചാരിച്ചുകൊണ്ട് കേരളത്തിൽ നവോത്ഥാനം മുഴുവൻ ഒരു രാത്രി കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ വർഗീയവൽക്കരിക്കപ്പെടാത്ത, ഹിന്ദുത്വവൽക്കരിക്കപ്പെടാത്ത മനസ്സ് ആ ആളുകൾ എന്ത് ചെയ്യും? ആൾക്കൊരു വഴി വേണ്ടേ? BJPക്കെതിരെ എന്തായാലും CPM ഇല്ല. BJPയുടെ രാഷ്ട്രീയത്തിനെതിരെ പിന്നെ ആര് നിൽക്കും? ചോദ്യം വരുമ്പോൾ UDF വോട്ട് ചെയ്യേണ്ടി വരും. അവർക്ക് വേറെ വഴിയൊന്നുമില്ല. ഞാൻ UDF ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ആയിക്കൊള്ളുന്നില്ല. കാരണം രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ. പലപ്പോഴും നമുക്ക് അനുകൂലമായതുകൊണ്ട് വോട്ട് ചെയ്യുന്നതല്ല, നമുക്ക് എതിരായതുകൊണ്ട് വോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ സെക്യുലർ വോട്ട് CPM നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്.